ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് RNA പ്രൈമേസിനെ കുറിച്ചാണ്. RNA പ്രൈമേസ് ഈസ് ഓൾസോ നോൺ ആസ് DNAG. Primase is able to synthesize primers using free NTPs as the substrate and the single stranded DNA as the template. നമുക്കറിയാം ഒരു പാരന്റ് സ്ട്രാൻഡിനെ നമ്മൾ ഡബിൾ ഹെലിക്കലിനെ അൺവൈൻഡ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റി. അതാണ് അപ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡ് DNA ടെംപ്ലേറ്റ് പാരന്റ് സ്ട്രാൻഡ്. ആ പാരന്റ് സ്ട്രാൻഡിലോട്ട് എന്താണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബേസ്മെന്റ് അവിടെ വേണം. ആ ബേസ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് പ്രൈമേസ്. അപ്പോൾ പ്രൈമറിനെ കൊടുക്കാൻ പ്രൈമേസ് എൻസൈം വേണം. പ്രൈമേഴ്സ് ആർ ഷോർട്ട് RNA ഫ്രാഗ്മെന്റ് ഓഫ് എ സെവറൽ ന്യൂക്ലിയോടൈഡ്സിലോ കുറച്ച് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ആഡ് ചെയ്ത ഒരു ചെറിയ RNAയുടെ ഫ്രാഗ്മെന്റ് ആണ്, ഒരു പീസാണ് പ്രൈമർ എന്ന് വിളിക്കുന്നത്. ഈ പ്രൈമറിനെ ഈ പാരന്റൽ സ്ട്രാൻഡിന്റെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ ആ ഫ്രീ ആയിട്ടിരുന്ന 3' ഹൈഡ്രോക്സൈൽ OH എൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ DNA പോളിമറൈസിന് വന്ന് ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് പുതിയ ഡോട്ടർ സ്ട്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ RNA പ്രൈമേസ് എൻസൈം ഈസ് ഓൾസോ നോൺ ആസ് ദ DNAG പ്രോട്ടീൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതാണ് DNA ടെംപ്ലേറ്റ്. അതായത് നമ്മുടെ പാരന്റിന്റെ നമ്മൾ ഡബിൾ സ്റ്റാൻഡ് ആയിട്ടിരുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ അൺവൈൻഡ് ചെയ്യിപ്പിച്ചെടുത്ത ഒരു ടെംപ്ലേറ്റ്. ഇവിടെ നമ്മൾ പ്രൈമേസ് എൻസൈമിനെ ഇട്ട് കൊടുത്താൽ ആ പ്രൈമേസ് എൻസൈം 5' to 3' ഡയറക്ഷനിലോട്ട് ഒരു പ്രൈമറിനെ വെക്കും. പ്രൈമർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അടങ്ങിയ ഒരു സിംഗിൾ സ്റ്റാൻഡാണ്. ഇതെന്ത് ചെയ്യും? ഈ പ്രൈമേസ് വന്ന് പ്രൈമറിനെ വിട്ടുകൊടുത്താൽ ഉടനെ അവിടെ DNA പോളിമറൈസ് 3 ആക്ടിവേറ്റ് ആയി അത് ഈ പ്രൈമറിന്റെ സഹായത്തോടു കൂടി ഇവിടെ പുതിയ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ന്യൂ DNA ഫോം ചെയ്യിപ്പിക്കും. Primers provide free 3' OH group to react with the alpha P atom of DNTP to form phosphodiester bond. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു ഒരു ഫ്രീ ആയിട്ടുള്ള OH ഗ്രൂപ്പ് 3' ഒരു OH ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ 3' OH ഗ്രൂപ്പിനെ ഫ്രീ ആക്കി നിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഈ പ്രൈമറാണ്. പ്രൈമർ ഇങ്ങനെ അവിടെ ഫ്രീ ആയിട്ട് 3' OH ഗ്രൂപ്പിനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവിടെ ഈ DNTP ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് ഈ DNTP വന്ന് അവിടെ ആഡ് ചെയ്യാൻ ആൽഫ P ആറ്റോമായിട്ട് വന്ന് അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് വന്ന് അവിടെ അറ്റാച്ച് ചെയ്തൊരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ന്യൂക്ലിയോടൈഡിനെ വന്നാൽ അറ്റാച്ച് ചെയ്ത് നിർത്താനുള്ളൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ പ്രൈമേസും DNABയും DNACയും ആൻഡ് ദ ഒറിജിൻ ഫോം എ പ്രൈമോസോം കോംപ്ലക്സ് അറ്റ് ദ ഇനിഷ്യേഷൻ ഫേസ്. അപ്പോൾ DNA റെപ്ലിക്കേഷന് ഫസ്റ്റ് ഫേസ് നമുക്ക് ഇനിഷ്യേഷൻ ഫേസ് ഉണ്ട്. ആ ഇനിഷ്യേഷൻ ഫേസിൽ പ്രൈമേസ് വരും. പ്രൈമേസ് വന്ന് അവിടെ പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുക്കും. DNAB കാണും, അവിടെ DNAC കാണും. അങ്ങനെയാണ് അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒറിജിൻ ഓഫ് ഒറി സൈറ്റിനെ ആ ഒറി ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആരാന്ന് ആ പുള്ളി റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യും. ആ ഫോർക്ക് ഫോം ചെയ്യുമ്പോൾ SSB പ്രോട്ടീൻ വന്ന് അതിനെ അടുക്കാതെ സഹായിക്കും. ഹെലിക്കേസ് വന്ന് ടോർഷൻ കുറയ്ക്കാൻ അറ്റാച്ച് ചെയ്യും. അതോടൊപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഉടനെ നമ്മുടെ പ്രൈമേഴ്സ് വന്ന് പ്രൈമറിനെ കൊടുക്കും. ഉടനെ DNA പോളിമറൈസ് വന്ന് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുത്ത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്ത ആളാണ് ഹെലിക്കേസ്, ഓൾസോ റിഫേർഡ് ടു ആസ് ദ DNAB. ഇറ്റ് ഓപ്പൺ ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വിത്ത് കൺസ്യൂമിങ് ATP. അപ്പം എനർജി എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹെലിക്കേസിന് അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ATP എടുത്തുകൊണ്ട് ഹെലിക്കേസ് വന്ന് ഹെലിക്കേസിന് നമ്മൾ DNAB എന്ന് വിളിക്കും. അത് ഡബിൾ സ്റ്റാൻഡിനെ ഓപ്പൺ ചെയ്യും, വലിച്ചു നീട്ടി. ദ ഓപ്പണിംഗ് പ്രോസസ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് DNA-A ആൻഡ് DNA-C. DNA-Aയും Cയും വന്ന് രണ്ട് സൈഡിലും കൂടെ വലിച്ചു പിടിക്കുന്ന ഉടനെ DNA-B അല്ലെങ്കിൽ ഹെലിക്കേസ് അവിടെ ആ ഡബിൾ സ്റ്റാൻഡിനെ വൈൻഡപ്പ് ചെയ്ത് ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡാക്കി ഇങ്ങനെ ഒരു വലിച്ചു നീട്ടും. പിന്നെ SSB പ്രോട്ടീൻ ഉണ്ട്. It is known as the single stranded DNA binding protein. SSB protein maintains the DNA template in the single strand form in order to prevent the double strand DNA formation. അപ്പോൾ SSB പ്രോട്ടീൻ വന്ന് ഓരോ സിംഗിൾ സ്റ്റാൻഡിലും വന്ന് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ വീണ്ടും വൈൻഡ് ചെയ്ത് ഡബിൾ ഹെലിക്കലായി റെപ്ലിക്കേഷൻ നടക്കത്തില്ല. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് SSB പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രിവെൻറ്റ് ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോർമേഷൻ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോം ചെയ്യുന്നതിനെ തടയുക. പ്രൊട്ടക്റ്റ് ദ വൾണറബിൾ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഫ്രം ന്യൂക്ലിയസസ്. അതുപോലെ തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ന്യൂക്ലിയസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂസിനെ മാറ്റുക. ഇതൊക്കെയാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ബൈൻഡിങ് പ്രോട്ടീനിൻ്റെ ഫംഗ്ഷൻ.
പിന്നെ നമ്മൾ പറഞ്ഞ DNA ഗൈറേസ് ഉണ്ട്. ഇറ്റ് കട്ട് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഓൺ ബോത്ത് സ്ട്രാൻഡ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA, റിലീസസ് ദ സൂപ്പർ കോയിൽ കൺസ്ട്രെയിൻറ്റ് ആൻഡ് റിഫോംസ് ദ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. അപ്പോൾ ഇയാൾ വന്ന് കട്ട് ചെയ്ത് DNA ബലം പിടിക്കാതിരിക്കാൻ വന്ന് കട്ട് ചെയ്ത് ആ ടോഷനൊക്കെ കളഞ്ഞ് അവിടെ റെഡിയാക്കി നിൽക്കും. ഇറ്റ് ക്യാൻ ചേഞ്ച് ഡബിൾ സ്റ്റാൻഡേർഡ് ഇൻ ടു എ നെഗറ്റീവ് സൂപ്പർ കോയിൽ സ്റ്റേറ്റ് വിത്ത് കൺസപ്ഷൻ ഓഫ് ATP. അപ്പോൾ ഇയാൾ കോയിലിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ടിരിക്കാനാണ് DNA-ക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഗൈറൈസ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് സൂപ്പർ കോയിലായി പോകും. സൂപ്പർ കോയിലിംഗ് എങ്ങും നഷ്ടപ്പെട്ടു പോയിട്ട് ഇയാൾ അവിടെ അപ്പോൾ നമ്മൾ ഗൈറേസിൻ്റെ കാര്യം പറഞ്ഞു. ഇറ്റ് ക്യാൻ ചേഞ്ച് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇൻ ടു നെഗറ്റീവ് സൂപ്പർ കോയിൽ സ്റ്റേറ്റ് വിത്ത് കൺസപ്ഷൻ ഓഫ് ATP. ഇതും ATP എടുത്തുകൊണ്ട് അവിടെ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണ് കൊടുത്ത് സൂപ്പർ കോയിലിംഗ് ചെയ്യാൻ അതിനെ അനുവദിക്കത്തില്ല. അപ്പോൾ ഇതാണ് DNA ലിഗേസിൻ്റെ ഒരു ആക്ഷൻ. DNA ലിഗേസ് വന്നിട്ട് അവിടെ RNase എൻസൈം ഉണ്ട്. അപ്പോൾ ഇവിടെ OH ഗ്രൂപ്പും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കും. DNA പോളിമറൈസ് അവിടെ വന്ന് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ ആഡ് ചെയ്യും. അപ്പോൾ ലിഗേസ് വന്നിട്ട് ഇങ്ങനെ ഇവർ നേരത്തെ നമുക്കറിയാം പ്രൈമർ ഉണ്ടായിരുന്നു. പ്രൈമർ വന്നതിന് ശേഷം ഇവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ ഒക്കെ ഉണ്ട്, SSB പ്രോട്ടീൻ ഉണ്ട്, C ഉണ്ട്, B, A ഉണ്ട്. ഇവരെല്ലാം ഇവിടെ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മിസ്സേ, പിന്നെ സ്ക്രീനും പോയി. അയ്യോ ഒരു സെക്കൻഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന DNA ലിഗേസിന്റെ ഫംഗ്ഷനാണ്. DNA ലിഗേസ് എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പാരന്റ് സ്ട്രാൻഡ് ഉണ്ട്, അവിടെ പ്രൈമർ വന്നു. ഈ പ്രൈമർ വന്നതിന് ശേഷം DNA പോളിമറൈസ് വന്ന് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്തു. അപ്പോൾ വീണ്ടും ചില സമയത്ത് അവിടെ പ്രോസസ്സിങ് നിർത്തിവെച്ചു. പിന്നെയും പ്രൈമർ വന്നു, പിന്നെ സീക്വൻസിനെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ അവിടെ ലിഗേസ് വേണം. ലിഗേസിൻ്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചതാണ് മോളിക്കുലാർ ഗ്ലൂ. ഇയാൾ വന്നിട്ട് ഇവിടെ OH-ഉം ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഇവിടുത്തെ ഗ്യാപ്പിനെ സീൽ ചെയ്ത് ഒട്ടിക്കും. അങ്ങനെ അതാ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അതുകൊണ്ട് നമുക്ക് DNA ലിഗേസിനെ മോളിക്കുലാർ ഗ്ലൂ എന്ന് വിളിക്കുന്നുണ്ട്. അതിനും ATPയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കണക്ട് ടു അഡ്ജസൻറ്റ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA strand by joining the 3' of one of the strand of the to the 5' phosphate of another DNA strand. അപ്പോൾ ഒന്നിൻ്റെ 3' OH-ആയിട്ട് മറ്റേ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യും. സീലിംഗ് ദ നിക്ക് ഇൻ ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ, റിപ്പയറിംഗ്, റീകോമ്പിനേഷൻ ആൻഡ് സ്പ്ലൈസിങ്. അപ്പോൾ ഇതൊക്കെ ആ DNA ഉണ്ടാകുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. റെപ്ലിക്കേഷൻ്റെ സമയത്ത് റിപ്പയർ ചെയ്ത ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാം. റീകോമ്പിനേഷൻ്റെ സമയത്തും ഒക്കെ ഈ സ്പ്ലൈസിങ്ങിൻ്റെ സമയത്ത് DNA ഇങ്ങനെ മുറിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിനെ ഒട്ടിക്കുന്നത് നമ്മുടെ ലിഗേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിഗേസിനെ മോളിക്കുലാർ ഗ്ലൂ എന്നും വിളിക്കാറുണ്ട്. ഇനി റെപ്ലിക്കേഷൻ ഫിഡലിറ്റി ആണ്. റെപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബേസ് പെയറിംഗ് ഈസ് ക്രൂഷ്യൽ ടു ദ ഹൈ ആക്യുറസി ഓഫ് ദ ജനറ്റിക് ഇൻഫർമേഷൻ. നമുക്കറിയാം ജനറ്റിക് ഇൻഫർമേഷൻ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പാരന്റ് സ്ട്രാൻഡിൽ നിന്ന് നമ്മൾ പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കുന്നത് വഴി പാരന്റ് സ്ട്രാൻഡിൽ ഇരുന്ന എല്ലാ ജനറ്റിക് ഇൻഫർമേഷനെയും അതുപോലെ കോപ്പി ചെയ്യും. അതുകൊണ്ട് റെപ്ലിക്കേഷൻ്റെ ഫിഡലിറ്റി വളരെ ഹൈ ആക്യുറസിയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ ആ ജീൻ മിസ്മാച്ച് ആയിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ജീവിയിൽ അത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും. എൻസൈംസ് യൂസ് 2 mechanisms ടു എൻഷുർ ദ റെപ്ലിക്കേഷൻ ഫിഡലിറ്റി. അപ്പോൾ രണ്ട് പ്രോസസ്സ് വഴിയാണ് ഈ എൻസൈമുകൾ ഈ റെപ്ലിക്കേഷൻ്റെ കൃത്യതയെ, ആക്യുറസിയെ ചെക്ക് ചെയ്യുന്നത്. ഒന്ന് പ്രൂഫ് റീഡിങ്ങും ആൻഡ് റിയൽ ടൈം കറക്ഷൻ. അപ്പോൾ പ്രൂഫ് റീഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 5' to 3'ഉം 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി പ്രൂഫ് റീഡിംഗ് ആണ്. അതുപോലെ ബേസ് സെലക്ഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് പാരന്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡിനെ മാത്രമേ അവർ ആഡ് ചെയ്ത് ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ റെപ്ലിക്കേഷൻ്റെ ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതുപോലെ പ്രൂഫ് റീഡിങ്ങും കറക്ഷനും. DNA പോളിമറൈസ് 1 ഹാസ് ദ ഫംഗ്ഷൻ ടു കറക്റ്റ് ദ മിസ്മാച്ച്ഡ് ന്യൂക്ലിയോടൈഡ്. ഏതെങ്കിലും മിസ്മാച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യുന്നത് DNA പോളിമറൈസ് 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു DNA പോളിമറൈസ് 1-ന് 5' to 3' എക്സോ ന്യൂക്ലിയസ് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ഇറ്റ് ഐഡന്റിഫൈസ് ദ മിസ്മാച്ച്ഡ് ന്യൂക്ലിയോടൈഡ്സ്, റിമൂവ് ഇറ്റ് യൂസിങ് ദ 5' to 3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി, ആഡ് എ കറക്റ്റ് ബേസ് ആൻഡ് കണ്ടിന്യൂസ് ദ റെപ്ലിക്കേഷൻ. അപ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് വന്നു കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. ഉടനെ നമ്മുടെ പോളിമറൈസ് 1 വന്ന് ആ കറക്ഷൻ മാറ്റി വീണ്ടും റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ അപ്പാരച്ചസിനെ കുറിച്ച് നമുക്ക് പറയാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
ഇനി നമ്മൾ പറയുന്നത് DNA റെപ്ലിക്കേഷൻ ആ പ്രോസസ്സ് കാണിച്ചിട്ട് അത് ജസ്റ്റ് നമ്മൾ പ്രോസസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ DNA റെപ്ലിക്കേഷൻ സ്റ്റേജസ് നമുക്ക് നോക്കാം. DNA റെപ്ലിക്കേഷൻ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട സ്റ്റേജിലായിട്ടാണ് ഇതിനെ പഠിക്കാനുള്ളത്. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ.